സവാരി ഗിരിഗിരിയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഗംഗ എവിടെ നിന്നാണ് ഹരികൃഷ്ണനെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? എ എയർപോർട്ട്, ബി റെയിൽവേ സ്റ്റേഷൻ, സി റെസ്റ്റോറൻറ്റ്. സാധാരണ പ്രേമിക്കുന്നവര് റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടാം എന്നല്ലേ പറയുന്നത്. റെസ്റ്റോറൻറ്റ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, റെസ്റ്റോറൻറ്റ്. ഫോൺ ചെയ്ത് അങ്ങനെയാണോ ക്ഷണിച്ചിരിക്കുന്നത്? ഗംഗ എവിടെ നിന്നാണ് ഹരികൃഷ്ണനെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. ബി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അവിടെ കിടക്കട്ടെ. കിടക്കട്ടെ. ഒരു പാട്ട്. അയ്യോ, പാടുകട്ടെ. ഒരു പാട്ട് എനിക്ക് വേണ്ടിയിട്ട് പാടിയട്ടെ. ഏത് പാട്ട് പാടാൻ? ഏത് പാടിയാലും നന്നായിരിക്കും. പിന്നെ ഘനശ്യാമസന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ. ഘനശ്യാമസന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ. ഘനശ്യാമസന്ധ്യ ഹൃദയം. ഇനി നീളത്തിൽ പോകും. നീരാഞ്ജന സമരുചിരം. ഈ പാട്ട് ദാസേട്ടനാണ് പാടിയത്. അതെ അതെ അതെ. അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്ന് പാടുമ്പോൾ ഒരൊറ്റ മൈക്കിലാണ്, REC എന്ന് പറഞ്ഞ ഒരൊറ്റ മൈക്കിലാണ് ഫുൾ ഓർക്കസ്ട്രയും പാട്ടും കൂടെ റെക്കോർഡ് ചെയ്തത്. ഇന്നും ആൾ ഇന്ത്യ റേഡിയോയുടെ റെക്കോർഡിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്റ്റീരിയോയിൽ റെക്കോർഡ് ചെയ്ത എഫക്റ്റാണ് ആ പാട്ടിടുമ്പോൾ. അതെ അതെ. ആ അദ്ദേഹത്തിൻ്റെ ശബ്ദവും പിന്നെ ഓരോ പ്ലേസ്മെന്റ്, ആ മൈക്കിൻ്റെ ഇത്ര ദൂരെ വീണ, ഇത്ര ദൂരെ ഫ്ലൂട്ട്, ഇത്ര ദൂരെ ഗിറ്റാർ, അതൊക്കെ ഒരു കാലം ചേട്ടൻ. അതെ അതെ. കാരണം ഞാൻ MG സാറിൻ്റെ ചേട്ടൻ്റെ സഹോദരൻ MG സാർ എപ്പോഴും നമ്മൾ കാണുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ ആകാശവാണിയിൽ അന്ന് റേഡിയോ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡിങ് സമയത്ത് അന്ന് ബാലലോകം എന്നൊരു പരിപാടി, അന്ന് മുതലേ സാറിന് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ റെക്കോർഡിങ് നടക്കുമ്പോൾ അവിടെ എവിടെ ആയിരുന്നാലും അവിടെ വന്ന് ഇപ്പുറത്ത് റെക്കോർഡ് ചെയ്യുന്നിടത്ത് വന്നിരിക്കും. യുവാണിയുടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഒരു നാടകം അവതരിപ്പിച്ചു. അത് ചിരിച്ചിട്ട് അങ്ങനെ അവിടെ ചിരിക്കണം, നമുക്ക് ഇവിടെ ഇത് കാണാം ക്ലാസ്സിൻ്റെ അപ്പുറത്തൂടെ. അത് അന്നാണ് എന്നോടൊന്ന് പറഞ്ഞു, ഇയാളൊരു ഭയങ്കര സാധനമാണല്ലോ, ഇയാൾ എന്നായാലും സിനിമയിൽ വരും എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് മറ്റാർക്കും ആ രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്ര പാട്ടുകളാണ്, ഒരുപാട് പാട്ട്. ഘനശ്യാമസന്ധ്യ ഹൃദയം തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ, അതിനകത്ത് തന്നെ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. പിന്നെ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെ. മുത്തുകൊണ്ടെന്റെ മുറന്നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ പറന്നിറഞ്ഞു, അക്കരെ നിന്നിക്കരയ്ക്കൊരു പാലം. പിന്നെ അങ്ങനെ ഒരു ഒത്തിരി പാട്ടുകൾ പറയാൻ പറ്റില്ല. അതുപോലെ ബിച്ചോട്ടൻ എഴുതിയ പാട്ടുണ്ട്, ശാരദേന്ദുമയൂഖമാലകൾ പൂച്ചൊരിഞ്ഞൊരു സന്ധ്യയിൽ രാഗമാധുരി തൂകി വന്നു ശാരികേൻ മുന്നിൽ നീ. പിന്നെ ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. പിന്നെ ആയ തപോവന കന്യപോ ശാരികെ നീ വന്നു നിന്നു മനസ്സിൽ, ശാരികെ നീ വന്നു നിന്നു. കറക്റ്റ് ചേട്ടൻ എല്ലാം ഓർമ്മയുണ്ട്. രാമായണ കിളി ശാരിക പൈകിളി രാജീവ നേത്രനെ കണ്ടു, എൻ്റെ രാഗവിലോലനെ കണ്ടു. ആരാ ഇതൊക്കെ? ശരി, എത്ര പാട്ടുകൾ അല്ലേ? എത്ര പാട്ടുകൾ.
സോ സവാരി ഗിരിഗിരിയിൽ ബി റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ഞാൻ ധർമ്മേന്ദ്രനല്ല നിന്നോട് ആരാടാ പറഞ്ഞത്? ഞാൻ മണവാളിന്റെ അച്ഛനാ. മണവാളിന്റെ അച്ഛനാ? ആ ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രപ്രകാരം നിന്റെ അച്ഛൻ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കിടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ. ചോദ്യം: ഈ രംഗത്തിൽ ശരിക്കുള്ള മണവാളനായി എത്തുന്നത് ആരാണ്? എ നിഷാന്ത് സാഗർ, ബി ജയസുധ, സി സലീം കുമാർ. ഞാൻ മറക്കേണ്ട കാര്യം, കാരണം നിശാന്ത് സാഗർ ഞാനുമായിരുന്നു ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരുമിച്ച് നടന്നത്. അപ്പോൾ നിശാന്ത് സാഗർ തന്നെയാണ്. എ നിഷാന്ത് സാഗർ. ഞാൻ എടുത്തിട്ട് പൂട്ടുന്നില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്.